ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഇനി പ്രിയപ്പെട്ട അപ്പുവും കൂട്ടില്ല. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജെൻസനെ അവസാനമായി ശ്രുതി കണ്ടു. അത്രമേൽ ഹൃദയഭേദകമായിരുന്നു ആ വിടപറച്ചിൽ. എന്നും ഒപ്പമുണ്ടാകുമെന്ന ജെൻസന്റെ വാക്കായിരുന്നു ശ്രുതിക്ക് കരുത്ത്. ജെൻസൺ ഇനി ഈ ലോകത്തില്ലെന്ന് അവൾ അറിഞ്ഞത് ഇന്നാണ്. മൃതദേഹം കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വാഹനാപകടത്തിൽ ഇരുകാലുകളും തകർന്നു കിടക്കുന്ന ശ്രുതി അവളുടെ അപ്പുവിനെ കണ്ടു. എന്തൊക്കെയോ പിറുപിറുത്തു, വിതുമ്പി, പൊട്ടിക്കരഞ്ഞു. ആശുപത്രിയിലെ അതിതീവ്ര പരിചരണ വിഭാഗം മുറിയിൽ കണ്ണീർ മഴ. ഇന്നലെ സത്യത്തിൽ ശ്രുതി കണ്ടത് ജെൻസന്റെ ചലനമറ്റതായ ബോഡിയെയാണ് കണ്ടത്. പക്ഷേ ആ കുട്ടി എന്ന് പറഞ്ഞത് എന്നെ കോഴിക്കോട് മിംസിലേക്ക് എന്നെ മാറ്റണം, ഞാൻ അവിടെയാണ് ജോലി ചെയ്തത്, എനിക്കറിയാം അവിടെ പോയാൽ പിന്നെ എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്, പിന്നെ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ജെൻസനെയും കൂട്ടും, ഞാൻ ലോകത്തെവിടെയും പോയി അവനെ ചികിത്സിക്കും, ജെൻസൺ ഇല്ലെങ്കിൽ ഞാനില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മരിച്ചു എന്നുള്ള വാക്കൊഴികെ ബാക്കിയെല്ലാം ആ കുട്ടിയോട് പറയാൻ ശ്രമിച്ചു. അച്ഛനും അമ്മയും സഹോദരിയും ഉരുൾപൊട്ടലിൽ മണ്ണടിഞ്ഞു. കാവലും കരുതലും പിന്നീട് ജെൻസൺ മാത്രമായിരുന്നു. ഒരു അപകടം എല്ലാം തകർത്തിരിക്കുന്നു. ഈ നാട് ഒപ്പമുണ്ടെന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പലരും ശ്രുതിക്ക് പിന്തുണ നൽകുന്നു. ഈ പെൺകുട്ടിക്ക് സഹനത്തിനുള്ള കരുത്തുണ്ടാകട്ടെ. അവൾ ഈ ദുരിതകാലത്തെ മറികടന്ന് മുന്നോട്ട് വരട്ടെ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.